മാതൃരാജ്യം, പിതൃഭൂമി എന്നീ സങ്കല്പങ്ങൾ ലോകമെമ്പാടുമുണ്ട്. വിവിധ ദേശരാഷ്ട്രങ്ങളെ അതാതിടങ്ങളിൽ അധിവസിക്കുന്ന ജനത ദേശാഭിമാന പ്രചോദിതരായി മാതാവും പിതാവുമായി എല്ലാം ബഹുമാനിതരായി കണക്കാക്കുന്നത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. നമ്മൾ ഇന്ത്യക്കാർക്കും പിറന്ന നാട് അമ്മയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങിയതാണ് ആ സങ്കല്പത്തിൻ്റെ അടിവേര്. ജനിച്ചു വീണ മണ്ണ് ജന്മം നൽകിയ അമ്മയ്ക്ക് തുല്യം. ബന്ധിതയായ അമ്മയെ സ്വതന്ത്രയാക്കാൻ നാടാകെ ഒരുമിക്കണമെന്ന ചിന്തയാണ് ഭാരതമാതാവ് എന്ന വികാരത്തിന് തിരികൊളുത്തിയത്. ബ്രിട്ടീഷുകാർക്കെതിരായ പോരിന് രാജ്യത്തിന് ഊർജമായ ഒരുപിടി ഗാനങ്ങളും നാടകങ്ങളും ചിത്രങ്ങളുമെല്ലാം ഭാരതാംബ എന്ന സങ്കല്പത്തിൽ നിന്നുദിച്ചു. ജനതയിലൂടെ തലമുറകൾ കൈമാറി സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും അവയെല്ലാം സൂര്യശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു. ത്രിവർണ്ണക്കൊടി പിടിച്ച അമ്മ സ്വരൂപിയായ ആ ചിത്രത്തിൻ്റെ കയ്യിൽ കാവിക്കൊടി പിടിപ്പിച്ചു കൊടുത്തത് RSS ആണ്. RSS അവരുടെ പരിപാടികളിൽ കാവിധ്വജം ഉയർത്തി നിൽക്കുന്ന ഭാരതമാതാവിനെയും പൊതുപരിപാടികളിൽ ദേശീയ പതാക പിടിച്ചു നിൽക്കുന്ന ഭാരതമാതാവിനെയും ഉപയോഗിച്ചു പോന്നു. ഇന്ന് രാജ്ഭവനിൽ സർക്കാർ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണത്തിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന രാജ്ഭവന്റെ ആവശ്യം മന്ത്രി P. പ്രസാദ് തള്ളിയതോടെ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ഏതാണ് ഭാരതമാതാവിൻ്റെ യഥാർത്ഥ സ്വരൂപം? ആദ്യം RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ കൃഷിവകുപ്പ് പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പുഷ്പാർച്ചന നടത്താൻ മന്ത്രി P. പ്രസാദിനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടിയായതിനാൽ RSS ഉപയോഗിക്കുന്ന തരം ഒരു വിഭാഗത്തിന്റെ മാത്രം ദൈവസങ്കല്പത്തോട് സാമ്യമുള്ള ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. ഇതിന് ഗവർണർ വഴങ്ങിയില്ല. ഇതോടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് മന്ത്രി തീരുമാനിച്ചു. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടി പിടിച്ച RSSന്റെ ഭാരതാംബ ചിത്രം സർക്കാർ പരിപാടിയിൽ വയ്ക്കുന്നത് ഭരണഘടനാനുസൃതമല്ലെന്ന് മന്ത്രി പറഞ്ഞു. RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി രാജ്ഭവനിലെ പരിപാടിയിൽ പങ്കെടുത്തതിനെയും മന്ത്രി വിമർശിച്ചു. എന്നാൽ ചിത്രം എന്തിനു മാറ്റണമെന്ന നിലപാടിൽ ഗവർണർ ഉറച്ചുനിന്നു. സംഭവത്തെപ്പറ്റി മുഖ്യമന്ത്രിയെ അറിയിച്ച മന്ത്രിക്ക് ചെയ്തത് നന്നായി എന്ന് പിണറായി വിജയൻ മറുപടി നൽകി. രാജ്ഭവനെ കാവ്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്നതായി CPIM-ഉം രാജ്ഭവന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസും പ്രതികരിച്ചു. ഒന്നും പറയാനില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. മാതൃരാഷ്ട്ര സങ്കല്പം ഇത് പുരാതന ഇന്ത്യയിലോ മധ്യകാല ഇന്ത്യയിലോ മാതൃരാഷ്ട്രം എന്നൊരു സങ്കല്പം സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഭാരതം എന്ന പേര് കലിംഗ രാജാവായിരുന്ന ഖരവേലയുടെ പ്രാചീന ലിഖിതങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. പ്രാചീന ലിഖിതങ്ങളിലൊന്നും ഭാരതത്തിനൊപ്പം മാതാ പിതാ എന്നീ വിശേഷണങ്ങളോ അതിൻ്റെ മുൻരൂപങ്ങളോ ഇല്ല. ദേശീയതയുടെ ഉദയത്തോടെ യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരാശയമായിരുന്നു മാതൃരാഷ്ട്രം. ബ്രിട്ടനിലും റഷ്യയിലും പിന്നീട് മാതൃരാഷ്ട്രം പിതൃഭൂമി പ്രയോഗങ്ങളൊക്കെ ഉണ്ടായി. യൂറോപ്യൻ ആശയം കടമെടുത്താണ് ഇന്ത്യയിൽ മാതൃഭൂമി എന്ന ആശയം ഉപയോഗിച്ചു തുടങ്ങിയത്. ഭാരത മാതാവ് വന്ന വഴി എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കണമല്ലോ. ഇന്ത്യയിൽ ആദ്യം ആ ആശയം ഉപയോഗിച്ചത് ഉറുദുവിൽ അസീമുള്ള ഖാൻ്റെ മദർ എ വതൻ എന്ന പ്രയോഗത്തിലാണ്. മദർ എ വതൻ ഹിന്ദുസ്ഥാൻ എന്ന പ്രയോഗത്തിൽ. മറാത്ത പേഷ്വ ആയിരുന്ന നാനാ സാഹിബിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അസീമുള്ള ഖാൻ. 1987 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്താണ് അസീമുള്ള ഖാൻ മദർ എ വതൻ ഹിന്ദുസ്ഥാൻ എന്നത്. അത് പിന്നീട് ഭാരത് കി ജയ് എന്നാണ് പ്രയോഗിച്ചത് എന്നും പറയുന്നു. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ഭാരതത്തെ അമ്മയായി കാണുന്നു, അവളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു എന്ന ചിന്ത. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അസീമുള്ള ഖാൻ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മദർ എ വതൻ യൂറോപ്യൻ ആശയം കടമെടുത്തതിൻ്റെ ഉദാഹരണമാണ് എന്ന് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സൃഷ്ടിയായി ഇത് മാറുന്നത് 1873 കിരൺ ചന്ദ്ര ബാനർജിയുടെ ഭാരതമാതാ നാടകത്തിലൂടെയാണ്. ഭാരതമാതാ ചിന്തകൾക്ക് ഊർജമാവുകയും ചെയ്തു. അസീമുള്ള ഖാൻ്റെ പ്രയോഗത്തിൽ പ്രചോദിതമായാണ് നാടകത്തിന് ആ പേര് വന്നത് എന്നാണ് അനുമാനം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം ഗാനം പിറന്ന നാടിനെ മാതാവായി അവതരിപ്പിച്ചു. ആനന്ദമഠം എന്ന നോവലിൽ ചാറ്റർജി പ്രതിപാദിച്ചത് ബംഗാളി ദേശീയ ബോധം ഉയർത്തുന്ന ബംഗാ മാത എന്ന ചിന്ത തന്നെയായിരുന്നു. ദേശീയ ഗീതമായി ഉയർത്തിയത് പിന്നീട് കോൺഗ്രസ്സാണ്. 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം ആലപിച്ച് ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. പിറന്ന നാടായ അമ്മയെ നിന്നെ നമിക്കുന്നു എന്ന ബംഗാളി വരികൾ ദേശീയതയ്ക്ക് ഊർജമായി.
1937 കോൺഗ്രസ് യോഗം വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി ഉയർത്തിക്കാട്ടി ഇന്ത്യയെ അമ്മയായി സങ്കല്പിക്കുന്നു. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു. ഈ ഭാരതാംബയുടെ ചിത്രം വന്ന വഴി കൂടി നോക്കണമല്ലോ. ഭാരതാംബയുടെ ഇപ്പോഴത്തെ ചിത്രം വരച്ചത് 1905 ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബംഗാ മാത എന്ന പേരിലായിരുന്നു ഈ ചിത്രം. 4 കൈയുള്ള സ്ത്രീ രൂപത്തിൽ, ഓരോ കൈയിലും വെള്ളവസ്ത്രവും പുസ്തകവും നെൽക്കറ്റയും ജപമാലയുമായി. ബംഗാമാതായെ ഭാരതമാതാവെന്ന് ആദ്യം വിളിച്ചത് സാമൂഹിക പ്രവർത്തകയായ മാർഗരറ്റ് റോബർട്ട് എന്ന സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിതയെക്കുറിച്ച് നമുക്ക് വേറെ അറിയാത്തവർ ഒന്ന് പരിശോധിക്കുക. സിസ്റ്റർ നിവേദിത ഭാരതത്തിലെത്തിയതിന് ശേഷം അവർ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി പിന്നീട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ ആളാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയുമായിരുന്നു. ഇനി ഭാരതാംബയും RSSുമായുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ഭാരതമാതാ ചിത്രത്തിന് RSS പല കാലഘട്ടങ്ങളിലായി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ RSS വന്നതിന് ശേഷം 1925 ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ ഈ രൂപത്തിലുണ്ടാവുന്നത്. വെള്ളവസ്ത്രം, പുസ്തകം, നെൽക്കറ്റ, ജപമാല എന്നിവയൊക്കെ മാറ്റി ചിത്രത്തിൻ്റെ കയ്യിൽ ഒരു കാവിക്കൊടി പിടിപ്പിച്ചു. ചിത്രത്തിൻ്റെ രൂപം ഹിന്ദു ദേവതാ സങ്കല്പമായ ദുർഗാദേവിക്ക് സമാനമാക്കി മാറ്റി. ഒരു സിംഹത്തിൻ്റെ പുറത്ത് ചാരി നിൽക്കുന്ന വിധമുള്ള ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് ഇന്ത്യയുടെ ഔദ്യോഗിക ഭൂപടവുമല്ല, ഇന്ത്യയുടെ ആ പ്രദേശത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു രൂപമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. ഭാരതാംബയുടെ ഭിന്ന രൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരാനന്തരം ഇന്ത്യ ഉപയോഗിച്ച ഭാരതാംബ ചിത്രത്തിലുള്ളത് ദേശീയ പതാകയാണ്. 1909 തമിഴ് മാസികയായ വിജയിയുടെ കവറിൽ വിഭിന്ന സംസ്കാരങ്ങളെ പുണർന്നു നിൽക്കുന്ന ഭാരതാംബയെ കാണാം. വിവിധ ഇന്ത്യൻ നഗരങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഭാരതാംബ പ്രതിമകൾ കയ്യിലേന്തുന്നത് ദേശീയ പതാകയാണ്. RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ ഒരു ഘട്ടത്തിലും ദേശീയ പതാക പക്ഷേ ഇല്ല. എന്തുകൊണ്ടാണ് ദേശീയ പതാക ഇല്ലാത്തതെന്ന് നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ RSS എടുത്തത് ശക്തമായ നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ. ത്രിവർണം ഇന്ത്യയുടെ നിറമല്ല, 3 എന്ന വാക്കുപോലും തിന്മ എന്നായിരുന്നു അന്ന് RSS പറഞ്ഞത്. ഭരണഘടനാ അസംബ്ലി ത്രിവർണ പതാക ദേശീയ പതാകയായി തീരുമാനിച്ചപ്പോൾ തന്നെ RSS എതിർത്തു. ഇതൊക്കെ ചരിത്രമാണ് പറയുന്നത് കേട്ടോ. RSS മുഖപത്രം ഓർഗനൈസർ ദേശീയ പതാകയ്ക്കെതിരെ ലേഖനവും പ്രസിദ്ധീകരിച്ചു. ചെങ്കോട്ടയിൽ ത്രിവർണ പതാകയല്ല കാവിക്കൊടി പാറണമെന്ന് ആവശ്യപ്പെട്ടു. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ വിവിധ വിഭാഗക്കാരുണ്ടാകും, വിഭിന്ന ആശയക്കാരുണ്ടാകും, അവർക്കിതൊക്കെ ആവശ്യപ്പെടാം. അപ്പോൾ അന്ന് ഈ RSS ആവശ്യപ്പെട്ടത് ഇതായിരുന്നു. 1947 ജൂലൈ 17 3-ാം ലക്കത്തിലാണ് 3 നിറമുള്ള കൊടി ഇന്ത്യക്കാർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുമെന്നും രാഷ്ട്രത്തിന് ഹാനികരമാണ് എന്നുമാണ് അന്ന് ഓർഗനൈസർ എഴുതിയത്. ഓർഗനൈസർ ഇന്നുമുള്ള പ്രസിദ്ധീകരണമാണല്ലോ. ഇതെപ്പോഴാണ് RSS അംഗീകരിക്കുന്നത് നോക്കാം. RSS ദേശീയ പതാകയെ അംഗീകരിച്ചത് ഗാന്ധിവധത്തിന് ശേഷമാണ്. അറസ്റ്റിലായ RSS നേതാക്കളെ മോചിപ്പിക്കുന്നതിന് പട്ടേൽ ഒരു നിബന്ധന വച്ചു. നിരോധനം പിൻവലിക്കണമെങ്കിൽ എഴുതി തയ്യാറാക്കിയ ഭരണഘടന വേണമെന്ന സർക്കാർ ഉപാധിയാണ് വെച്ചത്. അങ്ങനെ എഴുതിയുണ്ടാക്കിയ RSS ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ ദേശീയ പതാകയെ അംഗീകരിക്കണമെന്ന ഉപാധിയും വെച്ചു. അങ്ങനെയാണ് ദേശീയ പതാകയെ അംഗീകരിക്കാൻ RSS പിന്നീട് നിർബന്ധിതരാകുന്നത്. 2002 വരെ RSS ആസ്ഥാനത്ത് സ്ഥിരമായി ദേശീയ പതാക ഉയർത്തിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുമ്പും പലകുറി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കിടക്കുന്നത്. ഇനി ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മഹേഷ് ചന്ദ്രനാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മഹേഷ്, ഇന്നിപ്പോൾ മുമ്പ് ഈ അസീമുള്ള ഖാൻ ആദ്യമായി മദരേ വതൻ എന്നുള്ള ആ മുദ്രാവാക്യ രൂപത്തിൽ മാതൃസങ്കല്പത്തിൽ ഇന്ത്യയെ അവതരിപ്പിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് RSS വിവാദമാക്കിയിരുന്നു. വലിയ തർക്കമൊക്കെ ഉണ്ടായതാണ് ആ വിഷയത്തിൽ. അതിനുശേഷം ഇപ്പോൾ ഭാരതാംബയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു വിഷയം ഉണ്ടാകുന്നത്. ഇത് പക്ഷേ ഗവർണർ അവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പരിപാടി, സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പരിപാടി ഈ രാജ്ഭവൻ്റെ ഈ നിലപാട് കൊണ്ട് വേണ്ടതില്ല എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കുന്നു. പി പ്രസാദ് തന്നെ അത് തീരുമാനിക്കുന്നു. അത് സർക്കാരിൻ്റെ തീരുമാനമായി പിന്നീട് പുറത്തു വരുന്നു. സർക്കാരിൻ്റെ വലിയ പിന്തുണ അതിനുണ്ടാകുന്നു. ഭരണകക്ഷിയുടെയും കോൺഗ്രസിൻ്റെയും അടക്കം പിന്തുണ അതിന് ലഭിക്കുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. എന്താണ് ഇതിനെ പൊതുവെ വിലയിരുത്താൻ എങ്ങനെയാണ് കഴിയുക? തലസ്ഥാനത്ത് ഇത് സംഭവിച്ചതിനെ എങ്ങനെയാണ് വിലയിരുത്തുക? സനീഷ്, സാധാരണഗതിയിൽ ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. വൃക്ഷത്തൈകൾ നടുക, അത്തരത്തിലേക്കുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു പരിസ്ഥിതി ദിനാചരണ പരിപാടി തന്നെയായിരുന്നു രാവിലെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്.
മന്ത്രി പി പ്രസാദ്, ഗവർണർ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഗവർണറുമായി സംസാരിക്കുകയും രാജ്ഭവനിൻ്റെ വേദിയാകാൻ സന്തോഷമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുമൊക്കെ ചെയ്തു. എന്നാൽ രാവിലെ അവിടെ എത്തിയ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ ഞെട്ടിപ്പോയി. കാരണം അവർ നോക്കിയപ്പോൾ അവിടെ ഒരു ചിത്രം ഇരിക്കുന്നു. ആ ചിത്രത്തിൽ ഭാരതാംബയുണ്ട്. ഭാരതാംബ ഭാരത മാതാവല്ല, RSS ഉപയോഗിക്കുന്ന ഭാരതാംബ ചിത്രമാണ്. ആ ചിത്രത്തിൽ കാവിക്കൊടിയുമുണ്ട്. ഇത് അവർ ഉദ്യോഗസ്ഥർ ഈ വിവരം മന്ത്രിയെ ധരിപ്പിക്കുന്നു. മന്ത്രി പി പ്രസാദ് ഈ ചിത്രം മാറ്റണമെന്ന് ഗവർണർ ഓഫീസറോട് ആവശ്യപ്പെടുന്നു. ഗവർണർ അദ്ദേഹം വിളിക്കാൻ ശ്രമിച്ചു, സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് മാറ്റാൻ കഴിയില്ല. ഈ സമ്മേളന വേദിയിൽ ആ ചിത്രം ഇരിക്കുന്നത് മാറ്റാൻ കഴിയുന്ന നിലപാട് ഗവർണർ എടുത്തപ്പോൾ, എന്നാൽ ഈ പരിപാടി നടത്തുന്നില്ല എന്ന നിലപാടിലേക്ക് മന്ത്രി പി പ്രസാദ് പോവുകയും ചെയ്തു. പി പ്രസാദ് ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത്തരത്തിൽ ഈ പരിപാടികൾ സഹകരിക്കാൻ കഴിയില്ല. ഇതുപോലെ ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അത് RSSൻ്റെ ഒരു ചിത്രമാണ്. അത് ഭാരതമാതാവിൻ്റെ ചിത്രമല്ല, RSS ഉപയോഗിക്കുന്ന ചിത്രമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറയുകയും മുഖ്യമന്ത്രി അത് വളരെ നന്നായി, ആ തീരുമാനം നല്ല തീരുമാനം തന്നെയാണ് എന്ന് അദ്ദേഹത്തോട് തിരിച്ച് മറുപടി പറയുകയും ചെയ്തതോടുകൂടി ഈ പരിപാടി നിന്നും കൃഷി വകുപ്പ് മന്ത്രിയുമൊക്കെ പിന്മാറിയും അത് സെക്രട്ടറി വളപ്പിലേക്ക് പരിപാടി മാറ്റുകയും ചെയ്തു. ഇതുകൊണ്ട് ഇതിന്റെ ഒരു തർക്കം ഇവിടെ അവസാനിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. ഇനി ഇതിന്മേലുള്ള ചർച്ചയും തർക്കവും ഒക്കെ പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ തുടരാനല്ലേ സാധ്യത? തീർച്ചയായിട്ടും ഇത് തുടരും. ഇത് വലിയൊരു ഒരു വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പം ഗവർണർ RSS നിലപാടുകളുള്ള അതിലൂടെ പുറത്തു വന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഇന്ന് വൈകുന്നേരം അവിടെ രാജ്ഭവനിലെ പരിപാടി സംസാരിച്ചു. ആ പരിപാടിയിലും കൃഷിമന്ത്രി പി പ്രസാദ് പങ്കെടുത്തില്ല. ആ പരിപാടിയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞത്, എന്ത് സമ്മർദ്ദം ഉണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഭാരതമാതാവിനെ കൈവിടുന്ന കാര്യമേ ഇല്ല. ഇത് സമ്മേളന വേദിയിൽ ചിത്രം നീക്കം ചെയ്യണമെന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താനിത് പിന്മാറിയത്. വൃക്ഷങ്ങളെയും ജലത്തിനെയും അതുപോലെ തന്നെ വായുവിനെയും ഒക്കെ വന്ദിച്ച് സംരക്ഷിച്ചു പോകുന്ന പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. അത് ഉപേക്ഷിക്കണമെന്ന് ചില ഇസങ്ങൾ ഇന്ന് ആവശ്യപ്പെടുകയാണെന്നും അത് സമ്മതിച്ചു കൊടുക്കാനാവില്ലെന്നുമാണ് ഗവർണർ ഇന്ന് രാജ്ഭവനിൽ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി പ്രസംഗിക്കുകയും ചെയ്തത്. ഇതിനകത്ത് കൃത്യമായിട്ട് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് അത് വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ആ അഖണ്ഡ ഭാരതവുമായി ബന്ധപ്പെട്ട ഭാരതാംബ അത് തന്നെയാണ് ഇവിടെ വെച്ച ചിത്രം. അതിനകത്ത് വിയോജിക്കുന്നവർ ധാരാളമുണ്ട്. BJP-യിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അക്കാര്യം എടുത്തു പറയാറില്ല. പക്ഷേ RSSും അതുപോലെ അവരുടെ പ്രസിദ്ധമായ ഓർഗനൈസർ മോഹൻ ഭഗവത്തെ പോലെ നേതാക്കളൊക്കെ തന്നെയും എപ്പോഴും പറയുന്നത് അഖണ്ഡ ഭാരതത്തെക്കുറിച്ചാണ്, അവ്യക്ത ഭാരതത്തെക്കുറിച്ചാണ്. മഹാഭാരതത്തിൽ പരാമർശിക്കുന്ന ഗാന്ധാരം പോലെയുള്ള സ്ഥലങ്ങളുള്ള അഫ്ഗാനിസ്ഥാനെക്കുറിച്ചാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ചേർന്ന അഖണ്ഡ ഭാരത സങ്കല്പമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് ഇവിടെയുള്ളത് ആധുനിക ഭാരതമാണ്. ആധുനിക ഭാരതത്തിൻ്റെ പതാകയാണ് ത്രിവർണ്ണ പതാകയെന്നും അവർ പറയുന്നു. എന്തായാലും ഇവിടെ ത്രിവർണ്ണ പതാകയോ ഭാരതമാതാവോ അല്ല. അത്തരത്തിലുള്ള ചിത്രങ്ങൾ വെച്ചിരുന്നെങ്കിൽ അതുമായി സഹകരിക്കാൻ കഴിയുമായിരുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. കാരണം നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും ഒക്കെ അത്തരത്തിൽ ഭാരതാമ്മമാർ അണിനിരക്കാറുണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ജാഥകളിലും മറ്റും. പക്ഷേ ഇത് RSSൻ്റെ കൊടി പിടിച്ച ഭാരതാംബയാണ്. അത് RSSൻ്റെ പരിപാടിയായിട്ട് ഭരണഘടന അനുസൃതമായ സ്ഥാപനമാണ് ഒരു രാജ്ഭവൻ. അവിടെ ഇത് വെക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് മന്ത്രി പി പ്രസാദിനുള്ളത്, മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്, LDF സർക്കാരിനുള്ളത്. റൈറ്റ് മഹേഷ്, എന്തായാലും അത് കൗതുകകരമായ ചർച്ചയിലേക്ക് തന്നെ തുടർന്നും പോകും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇതിപ്പോൾ ഒരു സാധ്യത, അതായത് ചരിത്രത്തെ ഓർക്കാനുള്ള ഒരു സാധ്യത ആർലേക്കർ തുറന്നിട്ടിരിക്കുന്നു, ഗവർണർ ആർലേക്കർ എന്നുള്ളതിൽ സന്തോഷം തന്നെയാണ് RDXനുമുള്ളത്. കാരണം ആ ചരിത്രം നമുക്കൊരു വട്ടം കൂടി ഓർത്തു പോകാമല്ലോ. എന്തായാലും അസീമുള്ള ഖാൻ ഈ പോകുന്നത് തന്നെ, അസീമുള്ള ഖാനെ കുറിച്ച് കൂടി ഈ ഘട്ടത്തിലൊന്ന് ഓർത്തു പോകേണ്ടതുണ്ട്. കാരണം അസീമുള്ള ഖാൻ ബ്രിട്ടനിൽ പോകുന്നത് ഇത് ഝാൻസി റാണിയുടെ ദൂതനായിട്ടും അതുപോലെ തന്നെ നാനാ സാഹിബിൻ്റെ ദൂതനായിട്ടും ഒക്കെ തന്നെയാണ് പോകുന്നത്. കാരണം അവർക്കുള്ള പെൻഷൻ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്യാനായി അവിടേക്ക് പറഞ്ഞു വിടുന്നത് നാനാ സാഹിബിൻ്റെ പ്രധാനമന്ത്രിയായ അസീമുള്ള ഖാനെയാണ്. കാരണം അദ്ദേഹത്തിന് അസാമാന്യമായ ഭാഷാ പരിജ്ഞാനമുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാനും ഫ്രഞ്ച് സംസാരിക്കാനും ഉറുദു സംസാരിക്കാനും ഹിന്ദുസ്ഥാനി സംസാരിക്കാനും ഒക്കെ അറിയാവുന്ന, ഇതിലൊക്കെ കവിതകളൊക്കെ എഴുതുന്ന അസാമാന്യ ജ്ഞാനമുള്ള ഒരാളായിരുന്നു. ബ്രിട്ടീഷുകാരുമായി നേരിട്ട് സംസാരിക്കാനും അവർക്കൊപ്പം വിദ്യാഭ്യാസം സിദ്ധിക്കാനുമൊക്കെ ഭാഗ്യം ലഭിച്ച ഒരാൾ കൂടിയായിരുന്നു അസീമുള്ള ഖാൻ. അദ്ദേഹം അവിടെ പോയി ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ ഈ പെൻഷൻ അനുവദിക്കാൻ അന്ന് ബ്രിട്ടീഷ് സർക്കാർ തയ്യാറായില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് റഷ്യ വഴി ഫ്രാൻസിലൊക്കെ പോയി ചുറ്റിക്കറങ്ങി, തുർക്കിയിലൊക്കെ പോയി കറങ്ങിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് ശക്തരായ റഷ്യൻ ആർമിയെക്കുറിച്ച്, അവരെങ്ങനെയാണ് യുദ്ധങ്ങൾ വിജയിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കി തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം വിത്ത് വിതയ്ക്കുകയാണ് ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്. അദ്ദേഹം കൃത്യമായി നാനാ സാഹിബിനോടും ഝാൻസി റാണിയോടും ഒക്കെ പറയുന്നത്,
ഈ സായുധ പോരാട്ടത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടിയാണ് അദ്ദേഹം പിന്നീട് ചർച്ച നടത്തുന്നത്. സായുധ സമരത്തിലേക്ക് പോകുന്നു, സംഘർഷത്തിലേക്ക് പോകുന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ടാകുന്നു. പിന്നീട് ഇതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്ന് പോരാടിയ ആളൊന്നുമല്ല അസീമുള്ള ഖാൻ. പക്ഷേ അദ്ദേഹം പിന്നീട് മുന്നോട്ട് വെച്ച ഈ സമരത്തെ ചലിപ്പിക്കാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു, അല്ലെങ്കിൽ പിന്നീട് ആ മുദ്രാവാക്യമായി തന്നെ അത് പരിഗണിക്കപ്പെട്ട ഒന്നായിരുന്നു മാതർ ഏ വതൻ ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. ആ മാതൃസങ്കല്പത്തിലേക്ക് ഈ രാഷ്ട്രത്തെ കൊണ്ടുചെന്ന് നിർത്താമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാവുക ഈ പാശ്ചാത്യ സഞ്ചാരങ്ങൾക്കിടയിലൂടെ തന്നെ ആയിരിക്കാം. കാരണം നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ചിത്രം, ഈ രൂപം എല്ലാം വരുന്നത് ഏതാണ്ട് 1873 1882 ഒക്കെ ആയിട്ടാണ്. അതിൻ്റെ 1882 ആനന്ദമഠം നോവൽ അവതരിപ്പിക്കുന്നത്, ഈ വന്ദേ മാതരം എന്നുള്ളത് അവതരിപ്പിക്കുന്നത്. 1873 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായ സംവിധാനം ചെയ്ത ഭാരതമാത എന്ന നാടകം ബ്രിട്ടീഷ് ഇന്ത്യയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ഒരു മാതൃഭൂമിയാണ് എന്ന മട്ടിൽ ആ ഒരു സങ്കല്പത്തെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 1905 അബനീന്ദ്രനാഥ ടാഗോർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഈ ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം, ആ ചിത്രമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം. ഇതാണ് ആദ്യം നമ്മൾ കണ്ട ഭാരതമാതാവ്, അതാണ് ഇന്ത്യ കണ്ട ഭാരതമാതാവ്. അതിനുശേഷം കണ്ട ഭാരതമാതാവ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഗീതാ പ്രസിൻ്റെയൊക്കെ കാലത്തിന് ശേഷം ആ കാലത്തിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രം ഉണ്ടായ ഒരു രൂപമാണ്. അതിനു മുമ്പുള്ള ഭാരതമാതാവ് എന്ന സങ്കല്പം അതായിരുന്നു. അത് ബംഗമാത എന്ന പേരിൽ അറിയപ്പെടുകയും പിന്നീട് ഈ ഭാരതമാതാവ് എന്ന നാമത്തിലേക്ക് അതിനെ എത്തിക്കുകയോ സിസ്റ്റർ നിവേദിതയുടെയൊക്കെ ഒരു സ്വാധീനത്തിലൂടെ അങ്ങനെ എത്തുകയും ചെയ്തു. ആർലേക്കർ പറയുന്നത് ആ ഭാരതമാതാവിനെ കൈവിടില്ല എന്നാണ്. തീർച്ചയായും നമുക്കെല്ലാവരും ഗവർണറുടെ ആ വാക്കിനെ ആ നിലയ്ക്ക് തന്നെ മതിപ്പോടെ കാണുന്നു. ഭാരതമാതാവിനെ കൈവിടരുത്. പക്ഷേ ഏത് ഭാരതമാതാവിനെയാണ് അദ്ദേഹം കൈവിടാതെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് നമുക്ക് കൗതുകം ബാക്കിയുള്ളത്. അത് അസീമുള്ള ഖാൻ സങ്കല്പം കൊടുത്ത ആ ഭാരതമാതാവാണോ അതോ ഈ നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ കണ്ട ഭാരതമാതാവാണോ എന്നതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. അദ്ദേഹത്തിന് അസീമുള്ള ഖാൻ എന്തായാലും ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടാവുക ഈ പാശ്ചാത്യ സഞ്ചാരത്തിലൂടെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ഈ വിദേശ സഞ്ചാരത്തിലൂടെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് കരുതാം. കാരണം നമുക്ക് ചില ഈ സമാനമായ സങ്കല്പങ്ങളുള്ള ചില രാഷ്ട്രങ്ങളിലേക്കും അവരുടെ ചിന്തകളിലേക്കും ഒക്കെ ചിലതല്ല, നമുക്ക് ബ്രിട്ടൻ മാത്രമൊന്ന് പരിശോധിച്ചാൽ അവിടെ ബ്രിട്ടാനിയ എന്നത്, നമ്മൾ ബിസ്ക്കറ്റ് കമ്പനി ബ്രിട്ടാനിയ അല്ല, അവിടുത്തെ രാഷ്ട്രസങ്കല്പം ഭാരതമാതാവ് എന്ന മട്ടിൽ ബ്രിട്ടൻ്റെ രാഷ്ട്രസങ്കല്പം ബ്രിട്ടാനിയ എന്നതാണ്. നമുക്ക് ആ ചിത്രം കൂടി കാണാമെന്ന് തോന്നുന്നു. ആ ചിത്രം കണ്ടാൽ ഇത് ഇന്ത്യയിൽ മാത്രമുണ്ടായ ഒരു സങ്കല്പമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലം മുതൽ ഈ പറയുന്ന ബ്രിട്ടാനിയ എന്ന AD 2-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്ന ഒരു രൂപമാണ് ബ്രിട്ടാനിയ എന്നുള്ള രൂപം. അപ്പോൾ റൂൾ ബ്രിട്ടാനിയ എന്നുള്ളതാണ് അവരുടെ ദേശസ്നേഹ സംഗീതം. അതൊക്കെ ആ നിലയ്ക്ക് അവിടെയും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ ആ നിലയ്ക്കുണ്ട്. അവിടെ നിന്നൊക്കെ തിരിച്ചെത്തുമ്പോഴായിരിക്കാം ഒരു രാഷ്ട്രത്തിന് അങ്ങനെ ഒരു രൂപസങ്കല്പം വേണമെന്നുള്ള ചിന്തയിലേക്ക് അസീമുള്ള ഖാൻ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. തീർച്ചയായും അസീമുള്ള ഖാനെ ഓർക്കാൻ പ്രേരിപ്പിച്ച ആർലേക്കറോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നൂറ്റാണ്ടുകൾ പോരാടിയ മഹാചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന്. ആ സമര പോരാട്ട തീക്ഷ്ണ സ്മരണകളുടെ ഉപലബ്ധിയായി ഒരുപിടി കലാ സാഹിത്യ സംഗീത സൃഷ്ടികളും നമുക്ക് ഒസ്യത്തായി കിട്ടിയിട്ടുണ്ട്. നിശ്ചയമായും അതിലൊന്നാണ് ഭാരതാംബ എന്ന സങ്കല്പം. അതെന്നേക്കും ഈ രാജ്യത്തിൻ്റെ ഊർജ്ജമായി തന്നെ നിലനിൽക്കും. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട ചൂടിൽ ഒരു തുള്ളി വിയർപ്പിറ്റിക്കാത്തവരുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് ഓർക്കണം. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചരിത്രഘട്ടങ്ങളെ പുനർനിർവചിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നതും നമുക്കറിയാം. ബംഗാമാത ഭാരതമാതാവായത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട വഴിയിലാണെന്ന് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അബനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതമാതാ ചിത്രത്തിൻ്റെ 4 കൈയിൽ ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. പഠനവും പ്രയത്നവും കാർഷിക സമൃദ്ധിയും സാംസ്കാരിക വൈവിധ്യവും ആധ്യാത്മികതയുടെ ആഴവും ഈ ബിംബ സമൃദ്ധിയിലുണ്ട്. ആ കയ്യിൽ കാവിക്കൊടി പിടിപ്പിച്ചതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് ആ രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടു നടക്കുന്നവർക്ക് തീർച്ചയായും അത് കൊണ്ടു നടക്കാം. പക്ഷേ അത് സർക്കാരിൻ്റെ പരിപാടിയിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി P. പ്രസാദ് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചത് എന്ന് തന്നെയാണ് RDX കരുതുന്നത്. അത് കൃത്യമുള്ള ബോധ്യം ഈ വിഷയത്തിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ഒരേ സ്വരത്തിൽ ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ ഇല്ലാ ചരിത്രങ്ങളുടെ നിർമ്മിതി ലോകമെങ്ങുമുള്ള ഒരു വലതുപക്ഷ രീതിയാണ്. പക്ഷേ വ്യാജ ചരിത്ര നിർമ്മിതികളെ ചരിത്രം
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീക്കി നിർത്തുന്ന സന്ദർഭങ്ങൾ എന്തായാലും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഹിന്ദു മുസൽമാൻ സിഖ് ഹമാര ഭായി ഭായി പ്യാര യേഹെ ആസാദി കാ ഝണ്ട ഇസേ സലാം ഹമാര എന്നാണ് അസീമുള്ള ഖാൻ എഴുതിയിട്ടുള്ളത്. ആ അസീമുള്ള ഖാനാണ് ഇന്ത്യൻ രാഷ്ട്രസങ്കല്പത്തെ, ഭാരതീയ രാഷ്ട്രസങ്കല്പത്തെ ഒരു മാതൃരൂപത്തിൽ അവതരിപ്പിച്ചത്. ഒരിടവേളയിലേക്ക്